എഫിനെയും കെ സി വേണുഗോപാലിനെയും സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് എഫ് ജയിച്ചാൽ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുമോ എന്നതാണ്. കെ സി മുഖ്യമന്ത്രിയാവുമെന്നോ ഇല്ലെന്നോ ആരും പറഞ്ഞിട്ടില്ലെങ്കിലും ആവാനും ആവാതിരിക്കാനും തുല്യ സാധ്യതയുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രി ആയാലും ഇല്ലെങ്കിലും കേരളത്തിൽ എഫ് ജയം ഉറപ്പാക്കേണ്ടത് കെ സി വേണുഗോപാൽ എന്ന നേതാവിൻ്റെ സ്വന്തം രാഷ്ട്രീയ ഭാവിക്ക് കൂടി അനിവാര്യമായ ഒരു തെരഞ്ഞെടുപ്പാണിത്. തോറ്റാൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്നയാൾ കേരളത്തിലെ കോൺഗ്രസിൽ അനൗദ്യോഗികമായി അവസാന വാക്കായി നിൽക്കുന്ന കെ സി വേണുഗോപാൽ തന്നെയാവും. പ്രധാന രാഷ്ട്രീയ നേതാക്കളുടെ ഭാവിയെ ഈ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെ നിർണായകമാക്കും, അവരുടെ മുന്നിലെ സാധ്യതകളും വെല്ലുവിളികളും എന്തെല്ലാം എന്ന് വിശകലനം ചെയ്യുന്ന നായകരുടെ നാളെ പങ്ക്തിയിൽ ഇന്ന് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. അസാധാരണ നേതൃമികവോടെ ദേശീയ രാഷ്ട്രീയത്തിൽ സ്ഥാനമുറപ്പിച്ച നേതാവാണ് കെ സി വേണുഗോപാൽ. നിലവിൽ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും കരുത്തനായ ദേശീയ നേതാവ് ആരെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ, അത് കെ സി വേണുഗോപാലാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിൽ രണ്ടാമൻ കെ സിയാണ്. കുടുംബ പാരമ്പര്യ തഴമ്പിലോ അവിടേക്ക് പിടിച്ചിരുത്താൻ ഗോഡ്ഫാദർമാരോ ഉണ്ടായിരുന്നില്ല. താഴെത്തട്ടിൽ പ്രവർത്തിച്ച് മത്സരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വിജയമുറപ്പാക്കാനുള്ള സ്വന്തം കഴിവിനാൽ കടന്നിരുന്നതാണ് ആ സ്ഥാനത്ത്. കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്നാൽ പ്രായോഗിക അർത്ഥത്തിൽ അത് കെ സി വേണുഗോപാലാണ്. കഴിഞ്ഞ തവണ UDF അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങിയ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പകരം VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കുന്നതിൽ കെ സിയുടെ ഇടപെടൽ നിർണായകമായിരുന്നു. അന്നുവരെയുള്ള രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ VD സതീശനേക്കാൾ കെ സിക്ക് താല്പര്യവും അടുപ്പവും രമേശ് ചെന്നിത്തലയോടായിരുന്നു. പക്ഷേ കേരളത്തിൽ പാർട്ടി തിരിച്ചുവരവിന് നേതൃമാറ്റം അനിവാര്യമാണെന്ന ഹൈക്കമാൻഡ് താല്പര്യം കൂടി തിരിച്ചറിഞ്ഞ് അതുവരെ വ്യക്തിപരമായി പല കാരണങ്ങളാൽ അകന്നു നിന്നിരുന്ന VD സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കാൻ കെ സി മുൻകൈയെടുത്തു. കേരളത്തിലെ കോൺഗ്രസ് പ്രകടനം മെച്ചപ്പെട്ടാലും മോശമായാലും അതിൻ്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായും വന്നു ചേരുക ഈ നേതാവിലാവും. കെ സി വേണുഗോപാൽ എന്ന നേതാവിൻ്റെ മുന്നിലെ സാധ്യതകൾ പരിശോധിക്കാം. സാധ്യത 1, UDF ജയം, മുഖ്യമന്ത്രിയെ ചൊല്ലി തർക്കം. ഹൈക്കമാൻഡ് താൽപ്പര്യവും MLAമാരിൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായവും നോക്കി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെ ശൈലി. മിക്ക സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ജയത്തിൻ്റെ ശോഭ കെടുത്തും വിധം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കവും ഈ പാർട്ടിയിൽ പതിവാണ്. കേരളത്തിലും UDF ജയിച്ചാൽ അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അത്തരം ഒരു സാഹചര്യം വന്നാൽ അവിടെ കെ സി വേണുഗോപാൽ എന്ന AICC ജനറൽ സെക്രട്ടറി സ്വീകരിക്കുന്ന നിലപാടാകും നിർണായകമാവുക. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ വലം കൈയായി നിന്ന് പാർട്ടിയെ നയിക്കുന്ന കെ സിയെ കേരള മുഖ്യമന്ത്രിയായി വിടണോ, 2029 കേന്ദ്രഭരണം ലക്ഷ്യമിടുന്ന നീക്കങ്ങളിൽ ഒപ്പം കൂട്ടണോ എന്നത് തീരുമാനിക്കുക രാഹുൽ ഗാന്ധിയാവും. ഫലത്തിൽ കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനമാകും ഏറ്റവും നിർണായകം. സാധ്യത 2, UDF ജയം, കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി. രാഹുൽ ഗാന്ധി അനുമതി നൽകിയാൽ കെ സി വേണുഗോപാൽ കേരള മുഖ്യമന്ത്രിയാവും. നിലവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തരംതിരിച്ചാൽ VD സതീശനെ അനുകൂലിക്കുന്നവർ, രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർ, പഴയ A ഗ്രൂപ്പ് പ്രതിനിധികൾ, കെ സി വേണുഗോപാലിനോട് ചേർന്നു നിൽക്കുന്നവർ എന്നിങ്ങനെ 4ആയിട്ടാണ് പ്രധാനമായി തിരിക്കാൻ കഴിയുക. ഇവരിൽ ഭൂരിപക്ഷം ആവും മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുക. നിലവിൽ സതീശനെയും ചെന്നിത്തലയും അനുകൂലിക്കുന്നവരിലും A ഗ്രൂപ്പുകാരിലും നല്ലൊരു ശതമാനവും കെ സി വേണുഗോപാലുമായി അടുപ്പം പുലർത്തുന്നവരാണ്. ഹൈക്കമാൻഡിൽ സ്വാധീനമുള്ള നേതാക്കളോട് ചേർന്ന് നിൽക്കുക എന്ന കോൺഗ്രസിൻ്റെ പരമ്പരാഗത ശൈലി വെച്ച് നോക്കിയാലും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കെ സി തുനിഞ്ഞിറങ്ങിയാൽ MLAമാരിൽ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ ഉറപ്പാക്കാൻ അനായാസം സാധിക്കും. മറ്റൊരു സാധ്യത 3, UDF ജയം, കെ സി പിന്തുണയ്ക്കുന്നയാൾ മുഖ്യമന്ത്രിയാവുന്നു. UDF ജയിക്കുകയും രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അനുമതി നൽകാതിരിക്കുകയും ചെയ്താൽ കെ സി വേണുഗോപാലിൻ്റെ തീരുമാനം അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതിൽ ഏറ്റവും നിർണായകമാവും. തനിക്ക് താല്പര്യമുള്ളയാളെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുക എന്നൊരു സാധ്യതയാണ് കെ സിക്ക് മുന്നിലുള്ളത്. മുഖ്യമന്ത്രി തീരുമാനത്തിൽ പൂർണ്ണമായും ഇടപെടാതെ മാറി നിൽക്കാനുള്ള സാധ്യത കുറവാണെങ്കിലും പൂർണ്ണമായും അങ്ങനെയൊരു ജെന്റിൽമാൻഷിപ്പിനുള്ള സാധ്യത നമുക്ക് തള്ളാനാവില്ല. മുഖ്യമന്ത്രിയെ MLAമാർ തീരുമാനിക്കട്ടെ എന്ന അവസ്ഥ വന്നാലും അവിടെയും കെ സിയുടെ താല്പര്യത്തിന് മുൻതൂക്കം സ്വാഭാവികമായും ഉണ്ടാകും. കെ സിക്കൊപ്പം നിൽക്കുന്ന MLAമാരെ കൂടാതെ കെ സിയുടെ താല്പര്യം നോക്കി നിലപാട് മാറ്റാൻ സാധ്യതയുള്ള നേതാക്കൾ എല്ലാ വിഭാഗത്തിലും ഉണ്ട് താനും.
KCയുടെ പിന്തുണ ലഭിക്കുന്നയാൾ മുഖ്യമന്ത്രിയാവാനാണ് പ്രധാനപ്പെട്ട സാധ്യത. മറ്റൊന്ന്, UDF മികച്ച വിജയം നേടുകയും തന്നെ ഒഴിവാക്കാൻ KC ശ്രമിക്കുകയും ചെയ്താൽ മന്ത്രിസഭയിലേക്കടക്കം ഇല്ലെന്ന നിലപാടിലേക്ക് VD സതീശൻ മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അങ്ങനെ വന്നാൽ ചിലപ്പോൾ KCയുടെ താല്പര്യം മാറ്റി നിർത്തി സമവായ വഴി കണ്ടെത്താൻ നിർബന്ധിതനായേക്കും. അത്തരമൊരു സാധ്യത കൂടി കോൺഗ്രസ്സാണ് ഈ പാർട്ടിയിലുണ്ട്. സാധ്യത 4, UDFന് പരാജയമുണ്ടാകുന്നു. പ്രതിസ്ഥാനത്ത് KC വേണുഗോപാൽ. കേരളത്തിലെ UDF പരാജയപ്പെട്ടാൽ സ്ഥാനാർത്ഥി നിർണയമടക്കം കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ അവസാന വാക്കായി നിന്ന വേണുഗോപാലാവും അതിൻ്റെ പഴി ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരിക. KCയുടെ ഇടപെടലുകളാണ് കേരളത്തിൽ UDFനെ തോൽപ്പിച്ചത് എന്ന തരത്തിലാവും വ്യാഖ്യാനങ്ങൾ വരിക. ദേശീയ തലത്തിലും കേരളത്തിലും കോൺഗ്രസിനെ ഈ പരുവമാക്കിയത് KCയുടെ കഴിവുകേടായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യും. തൽക്കാലം ദേശീയ തലത്തിൽ ചിലപ്പോൾ പിടിച്ചു നിൽക്കാനായേക്കുമെങ്കിലും സംഘടനാ ചുമതലയിൽ നിന്നടക്കം KCയെ മാറ്റണമെന്ന ശക്തമായ ആവശ്യം കേരളത്തിനകത്തും പുറത്തുമുള്ള മുതിർന്ന നേതാക്കൾ കൂട്ടായി ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. മുതിർന്ന നേതാക്കളുടെ വലിയൊരു നിര അതികഠിനമായ പരസ്യ വിമർശനങ്ങളുമായി രംഗത്ത് വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അത്തരമൊരു സാഹചര്യത്തെ മറികടക്കുക അത്ര എളുപ്പവുമാവില്ല. ഇതിൽ ഏതു സാധ്യതയാണ് KC വേണുഗോപാലിന് മുന്നിരിക്കുന്നതെന്നറിയാൻ വോട്ടെണ്ണിക്കഴിഞ്ഞും സമയം ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.